Good morning, sir. Yes, Sanila, good morning. Safira, good morning. Okay. Let us start. Okay, Sanila, let us start. Yes. അപ്പോൾ നമ്മൾ ടെൻസുകളെ കുറിച്ച് പറഞ്ഞു, പിന്നെ അതിന്റെ പാസീവ് വോയിസിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ നമ്മൾ കണ്ടീഷണൽ സെന്റൻസിനെ കുറിച്ച് പറഞ്ഞു, ലാസ്റ്റ് നമ്മൾ റിലേറ്റീവ് പ്രോനൗൺ എന്താണ്, അത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. യെസ്. ഇനി ലാസ്റ്റ് നമ്മൾ വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത്, അത് നമ്മൾ പറഞ്ഞിരുന്നോ റസ്മി? വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത്? സഫീറ? പറഞ്ഞിരുന്നു. ഓക്കെ 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 യെസ്. ഓക്കെ ഓക്കെ സനില, ഓക്കെ സഫീറ. യെസ് യെസ്, ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ 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 യെസ്. അപ്പോ സനില, my strength is my adaptability. Okay, Safira, very good, very good, very good. So, ഇന്ന് നമ്മൾ വേറൊരു കാര്യം നമ്മൾ പറയാം. സനില, സനില means. Sir. How are you, Sanila? I am fine, sir. Oh, very good, very good. What is the weather like? Weather is sunny or rainy? very hot. Very hot, even now. Oh, here it's very rainy. Okay, okay, okay. Let us come to the point. Abo Sanila married ano? Yes, I am married. Yes, okay. So I have a situation പറയുന്നു. രാവിലെ ഭർത്താവ് ജോലിക്ക് പോകും. ആ പോയപ്പോ സനിലിനോട് പറയണം, ഞാൻ വൈകുന്നേരം 5 മണിക്ക് വരും. സിറ്റുവേഷൻ മനസ്സിലാക്കുക. ഭർത്താവ് ജോലിക്ക് പോകുന്നു, സ്റ്റെപ്പുമ്മേൽ നിന്ന് യാത്ര പറഞ്ഞ് അയച്ചപ്പോഴാണ് ഭർത്താവ് ഞാൻ വൈകുന്നേരം 5 മണിക്ക് വരും എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഭർത്താവ് പോയി കഴിഞ്ഞതിന് ശേഷം മക്കളോട് സനിൽ എന്ന് പറയുന്നു, അച്ഛൻ 5 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു. അച്ഛൻ 5 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. Father asked me. Father asked me that he will be
come on 5 p.m. 5 p.m. He come on 5 p.m. Okay, okay. അവിടെ നിൽക്കട്ടെ. Okay, okay, okay. ഇനി തസ്ലീം. തസ്ലീമിനെ സെഡ് അല്ലേ എന്തോ സെഡ് അല്ലേ ആസ്റ്റ് അല്ല സെറ്റായി. ആസ്കർ മാറ്റിയിട്ട് സെറ്റായി. ഓക്കെ ഓക്കെ ഓക്കെ. അവിടെ നിൽക്കട്ടെ. ആക്കി നിൽക്കട്ടെ സെറ്റ്. നോ പ്രോബ്ലം. നമുക്ക് അതിന്റെ ശരിയും തെറ്റിലേക്ക് നമുക്ക് ഇത് കഴിയുമ്പോൾ വരാം. തസ്ലീം തൻവീർ. തസ്ലീമിനോടാണ് തസ്ലീമിന്റെ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നതെങ്കിൽ എങ്ങനെ പറയും? Papa asked him to, he reached at 5 o'clock evening. Okay, 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 okay. Very good, very good. അവിടെ നിൽക്കട്ടെ. Yes. ഇനി ആരാണ്? ജിഷ്ണ പ്രകാശ്. ജിഷ്ണ പ്രകാശ്. ലജിമ നവാസ്. യെസ്. സഫീറ. സർ എങ്ങനെ പറയുന്നത്? സഫീറിനോടാണ് സഫീറിന്റെ ഭർത്താവ് ഞാൻ വൈകിട്ട് 5 മണിക്ക് വരാം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അതകത്ത് എന്ന് അമ്മയോട് പറയുന്നു 5 മണി. ഓക്കെ സൗമ്യ ഗുഡ് മോർണിംഗ്. മക്കളോട് പറയുമ്പോ പപ്പ സെഡ് ഹി വുഡ് കം അറ്റ് 5 o'clock. ഹി വുഡ് കം ആക്കി. ഓക്കെ ഓക്കെ ഓക്കെ. അവിടെ നിൽക്കട്ടെ. നീതു ഡേവിഡ്. ആദിത്യ. സാൻജോ വിൽസൺ. യെസ്. രാഖി രാമചന്ദ്രൻ. യെസ്. സൗമ്യ. ഞാൻ എന്താ ക്വസ്റ്റ്യൻ കേട്ടിട്ടില്ല, ഞാനിപ്പോ കേറി. ഓക്കെ ഓക്കെ. ഞാൻ പറയാൻ പോയതാണ്. അപ്പോ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനൊരു സംഭവം ഒരു സന്ദർഭോചിതമായിട്ട് പറയുന്നതാണ്. എന്തിനെ കുറിച്ചാണ് സംഭവിക്കാൻ പോണെന്ന് അറിയില്ലല്ലോ. ഓക്കെ ഓക്കെ. അപ്പൊ ഞാനത് പറയാം. അതാ സംഗതിയാണ് എന്റെ സഫീറ ഇതിനകത്തോട്ട് കയറി വരുന്നത്. അറിയാതെ ഈ സംഗതിയാണ് ഞാൻ ആ ഒരു വാക്ക് പറഞ്ഞിട്ടേ ഉള്ളൂ, പക്ഷെ ആ സിറ്റുവേഷനാണ് കയറി വരുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ പറയാം. അപ്പൊ ആദ്യം കാര്യം പറയാം. രാവിലെ തന്നെ സൗമ്യയുടെ ഭർത്താവ് ജോലിക്ക് പോകുന്ന സമയത്ത് സൗമ്യയോട് പറയുന്നു ഞാൻ വൈകിട്ട് 5 മണിക്ക് വരാം എന്ന് പറഞ്ഞിട്ട് പോകുന്നു. വൈകിട്ട് സാധാരണ ഇന്ന് വൈകിട്ട് വരാതെ അന്നത്തെ ദിവസം 5 മണിക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പൊ ഭർത്താവ് പോയി കഴിഞ്ഞതിന് ശേഷം ഈ വിവരം കുട്ടികളോട് സൗമ്യ പറയുകയാണെങ്കിൽ എങ്ങനെ പറയും? വരേണ്ടത് ഇതാണ്. അച്ഛൻ 5 മണിക്ക് വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അച്ഛൻ 5 മണിക്ക് വരും. Your father said that he will come at 5 o'clock. 5 o'clock. Okay, 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 okay. ശരി. Okay, very good, very good. Will come. Will come. He will come. Yes. Okay. Very good. Yes. അപ്പൊ നമുക്ക് ഈ വിഷയത്തിലോട്ട് വരാം. ഞാൻ ആർക്കെങ്കിലും ദർശന അസ്മിത ആർക്കെങ്കിലും പറയണത് അതിനോടെങ്കിൽ പറയട്ടെ. നമ്മളിവിടെ ഞാൻ ആ വാക്ക് പറഞ്ഞിട്ടുള്ളൂ. ഇതിന്റെ അകത്ത് വരുന്നത് ഒരു സ്ഥലത്ത് നമ്മൾ കേട്ടു. ആ കേട്ട കാര്യം നമ്മൾ വേറെ സ്ഥലത്തൂടെ നമ്മൾ പറയുന്നത് വേറെയാണ്. അവിടെ വരുന്നത് റിപ്പോർട്ടർ സ്പീച്ച് അല്ലെങ്കിൽ ഇൻഡയറക്ട് സ്പീച്ച് എന്ന് പറയുന്ന സംഗതിയാണ് അവിടെ കരുതുന്നത്. അപ്പൊ ഞാൻ ആ വാക്ക് പറയാതെ ഓക്കെ സഫീറയാണ് ഏറെക്കുറെ ശരിയായിട്ട് ആൻസർ വന്നത്. ഏറെക്കുറെ കറക്റ്റ് ആയിട്ട് വന്നത് സഫീറയ്ക്ക്. യെസ്. അപ്പൊ നമുക്ക് അവിടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ട് മനസ്സിലാക്കാനായിട്ട് ഓക്കെ സഫീറ അത് എളുപ്പമാണ്. അപ്പൊ ഇവിടെ റിപ്പോർട്ടർ സ്പീച്ച് എന്ന് പറയുന്ന വേർഡ് ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ ഇൻഡയറക്ട് സ്പീച്ച് എന്ന് പറയുന്ന വേർഡ് ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. അത് എങ്ങനെ പറയും എന്നുള്ളതായിരുന്നു നമ്മൾ പറയുന്നത്. യെസ്. ഇപ്പോ ഓക്കെ ആദിത്യ. യെസ്.
യെസ്. അപ്പൊ നമുക്ക് ആ ഒരു സംഗതിയിലേക്ക് നമുക്കൊന്ന് കിടക്കാം. ആ ഒരു സംഗതിയിലേക്ക് ഒന്ന് കിടക്കാം. ഓക്കെ. യെസ്, ഞാൻ വാചകം പറയാം, നിങ്ങളതൊന്നും എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. യെസ്, എഴുതിക്കോ. He said. He said. I മുതൽ ഇൻവെർട്ടഡ് കോമ I go to Delhi. I go to Delhi. നമുക്ക് മറ്റൊരു വരട്ടോ. ഇതൊരു രക്തം തുടങ്ങി കറക്റ്റ് ആയിട്ടാണ് പോവാം. ഓക്കെ, നോക്കാം. ഒരു വാചകം നമ്മളോട് എഴുതി വെച്ചിട്ടുണ്ട്. He said, I go to Delhi. അവൻ പറയുകയും, അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് നമ്മൾ പേര് കൊടുക്കുകയാണ്. ഏത് കൊടുക്കുകയാണ്? രാമൻ എന്ന് പേര് കൊടുക്കും. രാമൻ സെറ്റ്, രാമനാണെങ്കിൽ അവന് രാമൻ സെറ്റ് I go to Delhi. ഞാൻ എവിടെ പോകുന്നു? ഡൽഹിക്ക് പോകുന്നു. രാമൻ നിങ്ങളുടെ അടുത്ത സുഹൃത്താണ്. അതുകൊണ്ടാണ് നിങ്ങളെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞത് I go to Delhi. ഞാൻ ഡൽഹിക്ക് പോകുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഡൽഹിക്ക് പോകുന്നു പറഞ്ഞത് കേട്ടോ. നിങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം അമ്പലത്തിന് വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് പറയുമ്പോൾ രാമൻ പറഞ്ഞു ഞാൻ ഡൽഹിക്ക് പോകുന്നത്. അങ്ങനെ പറഞ്ഞത് നിങ്ങളല്ല ഡൽഹിക്ക് പോകുന്നത്, നിങ്ങളല്ലല്ലോ ഡൽഹിക്ക് പോകുന്നത് പറഞ്ഞത്, രാമനൊക്കെ ഡൽഹിക്ക് പോകുന്നത്. അപ്പൊ അമ്മയോട് പറയുമ്പോൾ എന്ത് പറയണം? രാമൻ പറഞ്ഞു അവൻ ഡൽഹിക്ക് പോകുന്നത്. അങ്ങനെ പറയണം. അല്ലാണ്ട് അമ്മയോട് ചെന്നിട്ട് രാമൻ പറഞ്ഞു ഞാൻ ഡൽഹിക്ക് പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. ഇതാണ് അവിടെ വരുന്ന വ്യത്യാസം. ആ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കിയാൽ. അപ്പൊ നിങ്ങൾ ചെന്ന് പറയുമ്പോ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് സബീറ. യെസ്, അതായത് നമ്മളിവിടെ നോക്കുന്നത് യെസ്, രാമൻ പറഞ്ഞ കാര്യം നമ്മൾ ചെന്നിട്ട് വേറൊരാളോട് നമ്മൾ പറയുകയാണ്. അപ്പൊ അതെങ്ങനെ പറയുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. യെസ്, നിങ്ങൾക്കൊന്ന് പറഞ്ഞു നോക്കാൻ പറ്റും? നോക്കാൻ പറ്റും? സനില, തസ്നി ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. യെസ്, ഓക്കെ, നമുക്ക് വിഷയത്തോട് വരാം. യെസ്, അല്ല ചെറിയ വ്യത്യാസം ഉണ്ടാകുന്ന. ഓക്കെ, നോക്കാം. നമുക്ക് വിഷയത്തോട് വരാം. നോക്കി, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ he said, and ഇൻവെർട്ടഡ് കോമ എഴുതിയേക്കുന്നത് I go to ഡൽഹി, ഞാൻ ഡൽഹിക്ക് പോകും. യെസ്, നോക്കി, ഇതിനകത്ത് രണ്ട് വെർബ് വന്നിട്ടുണ്ട്. ഒന്ന് സെഡ് എന്ന് പറയുന്ന ഒരു വെർബ്, പിന്നെ ഒന്ന് ഗോ എന്ന് പറയുന്ന ഒരു വെർബ്. അങ്ങനെ രണ്ട് വെർബിനകത്ത് വന്നിട്ടുണ്ട്. ഇൻവെർട്ടഡ് കോമയുടെ പുറത്തുള്ള വെർബിനെ നമ്മൾ പറയുന്ന പേരാണ് റിപ്പോർട്ടിംഗ് വെർബ്. ഇൻവെർട്ടഡ് കോമയുടെ പുറത്തുള്ള വെർബിനെ പറയുന്ന പേരാണ് റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡ്, SAID, സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു, അല്ലെ? അപ്പൊ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുഴുവനും ഓക്കെ ആദിത്യ, നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുഴുവനും റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ വേറെ നിയമങ്ങളാണ്. അപ്പൊ നമ്മൾ ഇവിടെ പറയുന്നത്, ഇനിയിപ്പോ നമ്മൾ രണ്ട് ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ അങ്ങനെയുള്ള വാചകത്തിന്റെ റിപ്പോർട്ട് സ്പീച്ച് ആയിട്ട് നമ്മൾ പറയേണ്ടി വരികയാണെങ്കിൽ എങ്ങനെ പറയണം, അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പൊ ഇവിടെ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആണ്, നമുക്ക് മനസ്സിലായി. അവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് ഐ ഗോ ടു ഡൽഹി എന്ന് പറയുന്നത്. ഐ ഗോ ടു ഡൽഹി. അപ്പൊ ഞാനിവിടെ ഷെൽവി സാബു, ഷെൽവി, യെസ്, എല്ലാവരും പേടിച്ചിട്ട് വരില്ല അല്ലെ? ഓക്കെ, ധൈര്യമുള്ള ഷെൽവി സാബു. ഓക്കെ ഓക്കെ, ഞാൻ വെറുതെ ഷെൽവി തെറ്റിദ്ധരിച്ചു. യെസ്, അപ്പൊ ഷെൽവി, ഈ ഐ ഗോ ടു ഡൽഹി എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ടെൻസിൽ ഏത് ടെൻസ് വരുമെന്ന് പറയാം. നമ്മൾ സിംപിൾ പ്രസന്റ്, സിംപിൾ പാസ്റ്റ്, സിംപിൾ ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞൊരു 12 എണ്ണം നോക്കിയില്ല. അതിൽ ഏതാണ് ഞാൻ ആദ്യം അത് പറയുന്നത്? അത് വെച്ചിട്ടാണ് എല്ലാ ഗ്രാമറിലും മാറ്റങ്ങൾ വരുന്നത്. അതിൽ ഏത് ടെൻസിലോട്ട് വരും? ഐ ഗോ ടു ഡൽഹി എന്ന് പറയുമ്പോൾ ഏത് ടെൻസിൽ? ആർക്കെങ്കിലും ഷെൽവിന് വേണമെങ്കിൽ സഹായിക്കാം. ഐ ഗോ ടു ഡൽഹി എന്ന് പറയുമ്പോൾ ഏത് ടെൻസ് വരും? ഓക്കെ, സനില ഇസ് എ കറക്റ്റ് ആൻസർ. സനില പറഞ്ഞ കറക്റ്റ് ആണ്. ഇത് സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റ്. എങ്ങനെ മനസ്സിലായി? സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണ് സിമ്പിൾ പ്രസന്റ്. ഐ സബ്ജക്റ്റ്, ഗോ പ്രസന്റ് ടെൻസ് ഓഫ് ദി വെർബ്. അപ്പൊ ഐ ഗോ എന്ന് പറയുമ്പോൾ എന്തായും? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയി. അപ്പൊ നമുക്കത് പറയാൻ പറ്റും, ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, പിടികിട്ടിയാലും സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ ഇനി അതിന്റെ നിയമം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിന് വേറൊരാളോട് നമ്മൾ പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റിലാക്കി പറയാം. ഇന്നത് പറയണം, സിമ്പിൾ പാസ്റ്റിലാക്കി പറയണം. അപ്പൊ സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മുടെ സ്ട്രക്ചർ ഒന്ന് ഓർത്തിരിക്കണം. സബ്ജക്റ്റ് പ്ലസ് വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് ടെൻസ്, അതാണ് സിമ്പിൾ പാസ്റ്റ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ആണ് ഇൻവെർട്ടഡ് കോമയുടെ അകത്തിരിക്കുന്ന വാചകമെങ്കിൽ അത് നമ്മൾ എന്താക്കണം? സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റിയത്, സിമ്പിൾ പാസ്റ്റിലേക്ക്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം എന്ത് വരുന്നു. ഈ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? അവനല്ലേ, രാമനല്ലേ. അപ്പൊ നമുക്ക് ഹി എന്ന് തന്നെ പറയാം. ഹി. ഗോ പ്രസന്റ് ആണ്, അതിന്റെ പാസ്റ്റ് ടെൻസ് പറയാം. സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റട്ടെ. അപ്പൊ വെന്റ് നൽകുക. ഹി വെന്റ് ടു ഡൽഹി അല്ല, ഹി വെന്റ് ടു ഡൽഹി. ഇതാണ് കറക്റ്റ്. യെസ്. ഇനി അതല്ലാതെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും, അത് നമുക്ക് നോക്കാം. ആ സെറ്റ് എന്നുള്ളത് പറയല്ലേ. അപ്പൊ നമുക്ക് പറയുക എന്നുള്ളത് നല്ലൊരു വാക്ക് ഉപയോഗിക്കാം. ടോൾഡ് എന്ന് പറഞ്ഞാൽ ടോൾഡ്. ഓക്കെ, സഫീറ കറക്റ്റ്. ഹി ടോൾഡ്. യെസ്. എന്നിട്ട് ആ ഇൻവെർട്ടഡ് കോമ കളയുമ്പോൾ അതിന്റെ ഇടയിൽ ദാറ്റും കൂടി ചേർക്കാം. എന്തുകൂടി ചേർക്കുക? ദാറ്റ്. ദാറ്റ്. ഓക്കെ 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 ഓക്കെ, കറക്റ്റ് സനില. അപ്പൊ ഹി ടോൾഡ് ദാറ്റ്. ഇത്രയും വരെ ചേർക്കും. ഹി ടോൾഡ് ദാറ്റ് ഹി വെന്റ് ടു ഡൽഹി. ഇതാണ് കറക്റ്റ്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് ഞാനൊന്ന് ക്രോഡീകരിക്കാം. ഇൻവെർട്ടഡ് കോമയുടെ പുറത്തും ഒരു വെർബ് ഉണ്ടാകും, അകത്തും ഒരു വെർബ് ഉണ്ടാകും. ഇൻവെർട്ടഡ് കോമയുടെ പുറത്തുള്ള വെർബിനെ റിപ്പോർട്ടിംഗ് വെർബ് എന്നാണ് പറയുന്നത്. ആ റിപ്പോർട്ടിംഗ് വെർബ് ഏത് ടെൻസിലുള്ളതാണ് എന്ന് നോക്കിയിട്ടാണ് ഇൻവെർട്ടഡ് കോമയുടെ അകത്തുള്ള വാചകത്തെ നമ്മൾ മാറ്റുന്നത്. അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുഴുവനും റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിൽ വരുന്ന വാചകങ്ങളാണ്. യെസ്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇൻവെർട്ടഡ് കോമയുടെ പുറത്തുള്ള റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ്. ഇനി ഇൻവെർട്ടഡ് കോമയുടെ അകത്തുള്ളത് നോക്കിക്കഴിഞ്ഞപ്പോൾ അത് മനസ്സിലായി അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ അതിനെ എങ്ങോട്ട് മാറ്റി എഴുതണം? സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റി എഴുതണം. അപ്പൊ സിമ്പിൾ പാസ്റ്റിന്റെ സ്ട്രക്ചർ നമുക്കറിയാം, സബ്ജക്റ്റ് പ്ലസ് വെർബ് ആൻഡ് പാസ്റ്റ് ടെൻസ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ആൻസർ എന്ത് വന്നു? ഹി ടോൾഡ് ദാറ്റ് ഹി വെന്റ് ടു ഡൽഹി. അപ്പൊ രാമൻ എന്നുള്ളതിന് പകരം അവിടെ രമണി എന്നാണ് വിചാരിക്കും. അപ്പൊ എന്ത് വരും? ഷീ ടോൾഡ് ദാറ്റ്, അല്ലെങ്കിൽ രമണി ടോൾഡ് ദാറ്റ് ഷീക്ക് പകരം ഷീ ആയി. ഷീ വെന്റ് ടു ഡൽഹി. ഷീ വെന്റ് ടു ഡൽഹി. അപ്പൊ നമുക്ക് ഓർത്തിരിക്കേണ്ട നിയമം ഇതാണ്. ഇൻവെർട്ടഡ് കോമയുടെ അകത്തുള്ള ടെൻസ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിനെ ഇങ്ങോട്ട് മാറ്റി ചെയ്തേക്കണം, സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റി ചെയ്തേക്കണം. യെസ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
ഭർത്താവ് ജോലിക്ക് പോണ സമയത്ത് പറയുക ഐ വിൽ കം അറ്റ് 5 o'clock എന്നല്ല, ഐ കം അറ്റ് 5 o'clock, ഐ കം അറ്റ് 5 o'clock എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അത് അടുത്ത് മക്കളോട് നിങ്ങൾ പറയുമ്പോൾ എന്ത് പറയും? ഫാദർ ടോൾഡ് ദാറ്റ് ഹി കെയും കം എന്നുള്ള പാസൻസിലോട്ട് മാറ്റി ഹി കെയും അറ്റ് 5 o'clock. കണ്ടോ? ഹി കെയും അറ്റ് 5 o'clock. ഇങ്ങനെ ഒരു ചേഞ്ചസ് വരും. ഇതൊന്ന് ഓർത്തിരുന്നാൽ മതി. സിമ്പിൾ ആണ്, ഇത് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ വേറെ ആരെങ്കിലും പറഞ്ഞ കാര്യം വേറൊരാളോട് പറയുമ്പോൾ പറയുന്നത്. യെസ്, അത് ഓർത്തിരിക്കുക. ഇപ്പൊ നിങ്ങളിപ്പോ എവിടെയെങ്കിലും കേട്ടൊരു കാര്യം വീട്ടിലൊന്ന് പറയണ്ടേ, അപ്പൊ പറയുമ്പോൾ ഇത് കറക്റ്റ് ആവും, എങ്കിൽ മാത്രമേ അവിടെ അത് കറക്റ്റ് സെന്റൻസ് ആവുള്ളൂ. യെസ്, പിടികിട്ടി കാണുന്നു വിശ്വസിക്കുന്നു. യെസ്, ഓക്കെ 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 ഓക്കെ. അടുത്ത വീട്ടിൽ പോയി അവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കണ്ടു. വൈകുന്നേരം ആ കണ്ട കാര്യം ഭർത്താവിനോട് പറയുമ്പോൾ ഈ ടെൻസ് കറക്റ്റ് ചെയ്യും. അവിടെ ചെല്ലുമ്പോൾ അവർ സിമ്പിൾ പ്രസന്റാക്കി നമ്മൾ നേരിട്ട് പറഞ്ഞേക്കണം. നമ്മളത് വൈകുന്നേരം ഭർത്താവിനോടും മക്കളോടും പറയുമ്പോൾ ആ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റി പറയണം. യെസ്, അങ്ങനെയേ പറയാവൂ. അതാണ് ഇതിന്റെ ശരിയെന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി ഞാൻ ഈ സെന്റൻസ് ഒന്നും മാറ്റുകയാണ്. രണ്ടാമത്തെ ഒരു വാചകം ഹി സെറ്റ്, അതായത് ഹി സെറ്റ്. You go to Delhi. അതിൽ പെട്ട കോമ്പിനേഷൻ. He said, you go to Delhi. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും പറയാം. അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞ രാമനാന്ന് വെച്ചു. രാമൻ അമ്പലത്തിൽ വെച്ച് പറയാൻ രാമൻ പറയും നിങ്ങളെ നോക്കി പറയുക. യു ഗോ ടു ഡൽഹി, നീ ഡൽഹി പോകാറുണ്ടോ? പോകുന്നു. യു ഗോ ടു ഡൽഹി, യെസ്, നീ ഡൽഹിയിൽ പോകുന്നു. അപ്പൊ ആ യു എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് അല്ലെ? അപ്പൊ ഇത് പറയുന്നത് സൂര്യനെ നോക്കിയാണെങ്കിൽ സൂര്യയാണ് ആ യു എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൂര്യ അത് കേട്ടിട്ട് വീട്ടിൽ വന്നിട്ട് അച്ഛനോട് അല്ലെങ്കിൽ അമ്മയോട് പറയാണ്, രാമൻ പറഞ്ഞു നിങ്ങൾ ഡൽഹിക്ക് പോകുന്നുവെന്ന്. അപ്പൊ നിങ്ങൾ എന്ന് പറഞ്ഞാൽ അച്ഛൻ ഡൽഹിക്ക് പോകണ്ടേ, അല്ലെങ്കിൽ അമ്മ ഡൽഹിക്ക് പോകണ്ടേ? അമ്മയോ അച്ഛനോ ഡൽഹിക്ക് പോണ കേസിലെ രാമൻ പറഞ്ഞത്. സൂര്യ പോകുന്ന കേസാണ് പറഞ്ഞത്. കാരണം അമ്പലത്തിനെ പറ്റി സൂര്യയോട് നേരിട്ടാണ് പറഞ്ഞത്. അപ്പൊ സൂര്യ ഇത് വീട്ടിൽ ചെന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ പറയണം? രാമൻ പറഞ്ഞു ഞാൻ ഡൽഹിക്ക് പോകുന്നു. അപ്പൊ യു എന്നുള്ളത് എന്തായി? ഐ എന്ന് മാറി. യെസ്, അപ്പൊ എന്ത് വരിക? He said that I went to Delhi. He said that I went to Delhi. ഈ സിറ്റുവേഷൻ ഓർത്തില്ല. നേരിട്ട് നിങ്ങളോടാണ് പറയുന്നത് എങ്കിൽ നിങ്ങൾ വേറെ ആളോട് പറയുമ്പോൾ അത് ഐ എന്ന് പറയണം. ഒരാള് അവനെ കുറിച്ച് തന്നെയാണ് പറയുന്നുണ്ടെങ്കിൽ ഹി എന്നോ ഷീ എന്നോ പറയണം. ആ ഒരാൾക്ക് പകരം ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ ദേ എന്താക്കി മാറും. നിങ്ങൾ എന്ന് പറയുമ്പോൾ ഒരാളുണ്ടെങ്കിൽ അതിന് മതി. ആ നിങ്ങൾ ഡൽഹിക്ക് പോകുന്നു എന്നുള്ള 2-3-4 പേര് ഒരുമിച്ചത് പറയണമെന്നുണ്ടെങ്കിൽ ആ ഐ എന്നുള്ള പകരം ബി എന്ന് മാറും. ഇതാണ് അതിൻ്റെ അത് വരുന്ന ബേസിക് ആയിട്ടുള്ള മാറ്റം. യെസ്, ഇത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കും. ഇപ്പോ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരാൾ കണ്ടു, വഴിയിൽ വെച്ച് കണ്ടു. അപ്പൊ അദ്ദേഹം നമ്മളോട് പറയുന്ന ആളുടെ പേര് നമുക്കിപ്പോ രാമൻ എന്ന് പറയാം. രാമൻ എന്ന് പറയുന്ന ആള് പറയുന്നത് കുമാരി എക്സിനോടാണ് പറയുന്നത്. കുമാരി എക്സിനോട് പറയുന്നത് ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കുമാരി ഇത് കേട്ടിട്ട് കുമാരി ചെന്നിട്ട് കുമാരിയുടെ വേറൊരു ആൺ സുഹൃത്തിനോട് പറയണേ. എന്താ പറയുന്നത്? രാമൻ പറഞ്ഞു ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കണ്ടോ, അവർ വ്യത്യാസം പറയും. അങ്ങനെയല്ല വേറൊരു ഫ്രണ്ടിനോട് പറയേണ്ടത്. കുമാരൻ പറഞ്ഞു അവൻ എന്നെ സ്നേഹിക്കുന്നുള്ളത്, അങ്ങനെ പറയണം. അല്ലെങ്കിൽ കുമാരന്റെ സ്നേഹം വേറെ ആളുണ്ട്. യെസ്, ഞാൻ പറയുന്ന സിറ്റുവേഷൻ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇതേ സിറ്റുവേഷനിലാണ് നമ്മൾ റിപ്പോർട്ടർ സ്പീച്ച് എന്ന് പറയുന്ന സംഗതിക്ക് നമുക്ക്
പ്രാധാന്യം. അപ്പൊ ഇന്ന് നമ്മള് ഇത്ര മാത്രം ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. എന്താണ് റിപ്പോർട്ട് സ്പീച്ച്? ഒരു സ്ഥലത്ത് നിന്ന് കേട്ട കാര്യം നമ്മൾ അത് വേറെ ആളോട് പറയുമ്പോൾ എങ്ങനെയിരിക്കും? ഒരു ഇന്റർവ്യൂവിൽ നിങ്ങൾ പങ്കെടുത്ത് അത് തിരിച്ചു വന്നു കഴിഞ്ഞതിന് ശേഷം ആ ഇന്റർവ്യൂവിൽ ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ വേറൊരാളോട് പറയുകയാണെങ്കിൽ, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ അവിടെ കയറി വരുന്ന സംഗതി റിപ്പോർട്ട് സ്പീച്ചാണ്. ഒരു കടയിൽ നമ്മൾ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങി അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതെന്താ ഇങ്ങനത്തെ എന്ന് ചോദിച്ചപ്പോ ആ കടക്കാരൻ നമ്മളോട് പറഞ്ഞ കാര്യം നമ്മളത് വീട്ടിലുള്ളവരോട് പറയുമ്പോൾ അവിടെ ഇൻഡയറക്റ്റ് സ്പീച്ചാണ്. അപ്പൊ അവിടെ ചില ഗ്രാമറുകള് നിയമങ്ങൾ കയറി വരുന്നുണ്ട്. യെസ്. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കുക, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഉടനെ അതിനെ എന്തുകൊണ്ട് മാറ്റിയിരിക്കണം? സിമ്പിൾ പാസ്റ്റ് ടെൻസിലോട്ട് മാറ്റിയിരിക്കണം. സൗമ്യ പോയാ? യെസ്. താങ്ക്സ്. ഓക്കെ സർ. താങ്ക്സ് ഒരു വാചകം പറഞ്ഞേ. അതായത് വരുന്ന ഒരു വാചകം തന്നെ ഈ സിമ്പിൾ പ്രസന്റിന്റെ സിമ്പിൾ പാസ്റ്റിലോട്ട് മാറ്റിയത്. അപ്പൊ പറയാലോ, മൈ ഹസ്ബൻഡ് ടോൾഡ് മീ, എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു. ദാറ്റ് ചേർത്ത് മൈ ഹസ്ബൻഡ് ടോൾഡ് മീ. പിന്നെ ഒരു പാസ്റ്റ് ടെൻസ് പറഞ്ഞാൽ മതി. പറയാം, ഐ ലവ് ഹിം, ഞാൻ അവനെ സ്നേഹിച്ചു എന്ന് ഭർത്താവിനോട് പറഞ്ഞു. കേട്ടാ കറക്റ്റ് അതുപോലെ തന്നെ വേണ്ട. മൈ ഹസ്ബൻഡ് ടോൾഡ് മീ ഐ ലവ് ഹിം, ഞാൻ അവനെ സ്നേഹിച്ചു. അല്ലെങ്കിൽ വേറെ പറയാം, മൈ ഹസ്ബൻഡ് ടോൾഡ് മീ ഹി ബോട്ട് എ കാർ, ഒരു കാർ വാങ്ങിയതാവുമ്പോൾ ബൈ എന്റെ പാസൻസ് ആണ് ബോട്ടുണ്ട്. ഹി ബോട്ട് എ കാർ. ഓക്കെ, അങ്ങനെ ഒരു വാചകം പറഞ്ഞു. ഓരോരുത്തരും മനസ്സിൽ അവരുടെ ആലോചിച്ച് വെച്ചോട്ടെ, വ്യത്യാസം കുഴപ്പമില്ല. പറയാം. My teacher told me that മറ്റേതാണെങ്കിൽ എന്നോട് പറഞ്ഞു, മറ്റേ ടീച്ചർ പറഞ്ഞു. അത്രേ ഉള്ളൂ. ടോൾഡ് മീ ദാറ്റ്, ടീച്ചർ എന്നോട് പറഞ്ഞു. tomorrow buy a duster to class. ഓക്കെ. അത് ആരോട് വാങ്ങാനാണ് പറഞ്ഞപ്പോ സൂചിപ്പിച്ചത്? ടുമാറോ ഒരുമിട്ടില്ല, വേറെ ടെൻസിലോട്ട് പോയി. അതൊക്കെ പറഞ്ഞിട്ടില്ല. അത് നമുക്ക് ഇനി എടുക്കുമ്പോൾ നമുക്ക് ചെയ്യാം. അങ്ങനെ പ്രോസസ് ആയിരിക്കണം. Teacher told that ടീച്ചർ ടോൾഡ് ദാറ്റ്, അത്രയും വരെ കറക്റ്റ്. അവർ ഇംഗ്ലീഷ് പഠിപ്പിച്ചു എന്ന്, അത് ഇംഗ്ലീഷ് പറഞ്ഞു. സോറി കേട്ടില്ല. ടീച്ചർ പറഞ്ഞു അവൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചുവെന്ന്, അല്ലെങ്കിൽ അവൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചുവെന്ന് പറഞ്ഞു. ടീച്ചർ ടോൾഡ് ദാറ്റ് he teach English. അപ്പൊ ടീച്ചർ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പറയണം. ടോട്ട് പാസ്റ്റോട് പാരമ്പര്യം പറഞ്ഞില്ലേ? ടീച്ചർ നേരിട്ട് പറയുകയാണെങ്കിൽ ടീച്ചർ സെഡ് ഇംഗ്ലീഷ് ഗ്രാമർ, അതിൽപ്പെട്ട കൊണ്ടകത്ത് അത് നമ്മളൊന്ന് മാറ്റി പറയുകയാണ്. ടീച്ചർ ടോൾഡ് ദാറ്റ് ഹി ടോട്ട് ഇംഗ്ലീഷ്. സനില കറക്റ്റ് ആണ് എഴുതിയത്. സനില പറഞ്ഞു മൈ മദർ ടോൾഡ്, എന്റെ അമ്മ എന്നോട് പറഞ്ഞു ഹി ബോട്ട് എ ന്യൂ സാരി, പുതിയൊരു സാരി വാങ്ങി എന്ന് അമ്മ പറഞ്ഞു. ഓക്കെ ഇതേപോലെ തന്നെ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇനി ആരാണ്? ആദിത്യ സ്വന്തമായിട്ട് സെന്റൻസ് പറഞ്ഞു വയ്ക്കും. സഫീറ പറയുന്നു മൈ ഹസ്ബൻഡ് ടോൾഡ് മീ ദാറ്റ് ഹി വാണ്ട്സ് ഫ്രീഡം. ആ വാണ്ട്സ് എന്നുള്ളത് വാണ്ടറ്റ് എന്നാണ്. WINT വാണ്ടറ്റ് ഫ്രീഡം. ഓക്കെ ആദിത്യ വാണ്ടറ്റ്. ഓക്കെ കണ്ടോ, സിമ്പിൾ പ്രസന്റ് വന്നപ്പോ സിമ്പിൾ പാസ്റ്റ്. യെസ്, ഹി വാണ്ടറ്റ് ഫ്രീഡം. യെസ്, ഓക്കെ.
സൂര്യ സുരേന്ദ്രൻ, നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്, തെറ്റിയാലും കുഴപ്പമില്ല നോക്ക്. Good morning, sir. യെസ്, വെരി ഗുഡ് മോർണിംഗ്. My friend gave me a bar of chocolate. Adila, he said that his friend had given me a bar of chocolate. ശരിയാണ് സർ. സാർ അതിന് കറക്റ്റ് വരും, ഹാഡൊക്കെ വെച്ചുകൊണ്ട് വരാം. അത് പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് വന്നു. അത് നമ്മൾ പറഞ്ഞിട്ടില്ല, നമ്മളത് പറയാനുള്ളൊരു ടെൻസാണ്. ഓക്കെ 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 ഓക്കെ, അവിടെ വരുമ്പോൾ അത് കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ, നമ്മൾ ഉദ്ദേശിച്ച ഒരു സിമ്പിൾ പ്രസന്റിന്റെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞു. അത് തന്നെ ഒരു സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞു. സിമ്പിൾ പ്രസന്റ്. My husband told me he brought a new car. ഓക്കെ 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 ഓക്കെ, കറക്റ്റ് ആണ്. മൈ ഹസ്ബൻഡ് ടോൾഡ് മീ he brought a new car. പുതിയൊരു കാർ വാങ്ങിയെന്ന് എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു. എന്നുള്ള അർത്ഥം വരില്ല, അതാണ് ദാറ്റ്. യെസ് യെസ്, ഓക്കെ 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 ഓക്കെ. അപ്പൊ അത് പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് നമ്മുടെ ഇന്നത്തെ നോക്കി. ഞാൻ ഒന്ന് രണ്ടാണ് എക്സാമ്പിൾ പറയുന്നത്, നിങ്ങളത് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, യെസ്, വാചകം ഇതാണ്. She said, I complete my work. She said, I complete my work. നോക്കി, അവള് പറഞ്ഞു ഞാൻ എന്റെ ജോലി പൂർത്തിയാക്കുന്നു. നിങ്ങളുടെ മുഖത്ത് വയ്ക്കാൻ പറഞ്ഞത്. നിങ്ങൾ ഇത് വീട്ടിൽ ചെന്ന് പറയല് വേറൊരാളോട്. അപ്പൊ എന്ത് പറയണം? അവള് പറഞ്ഞു അവളുടെ ജോലി പൂർത്തിയാക്കിയെന്ന്. യെസ്, She told me that she completed her work. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, ശരിയില്ല, കറക്റ്റ്. യെസ്, കറക്റ്റ് ആണ്. ഇനി ഞാനൊരു കാര്യം പറയാം. ഇപ്പോ സ്കൂൾ ആരംഭിച്ചിട്ടില്ല, റീ ഓപ്പൺ ആയിട്ടില്ല, എങ്കിലും നിങ്ങളെ സ്കൂളിലേക്ക് വിളിച്ചു. നിങ്ങൾ അവിടെ ചെന്ന് കുട്ടികളുടെ ടീച്ചർമാരെയൊക്കെ കണ്ട് HMനെയൊക്കെ കണ്ട് തിരിച്ചു വീട്ടിലെത്തിയിട്ട് സ്കൂളിൽ പോകാൻ പോകുന്ന നിങ്ങളെ കുട്ടികളെ വിളിച്ചു അരികത്തിരുത്തി. എന്നിട്ട് അവിടെ പറഞ്ഞ ഒരു കാര്യം ഇവരോട് പറയരുത്. അപ്പൊ വേണമെങ്കിൽ ഞാൻ തുടക്കമിടാം, ഹെഡ് മിസ്റ്റേഴ്സ് ടോൾഡ്. പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം പറയാം, അല്ലെങ്കിൽ യുവർ ഓൾഡ് ക്ലാസ് ടീച്ചർ ടോൾഡ്. ഇത് പഴയ ക്ലാസ് ടീച്ചർ പറഞ്ഞു, പുതിയ ക്ലാസ് ടീച്ചർ പുതിയ ആളായിരിക്കുമല്ല. അല്ലെങ്കിൽ നമുക്ക് പറയാം യുവർ ന്യൂ ക്ലാസ് ടീച്ചർ ടോൾഡ്. അത് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഇഷ്ടമുള്ളത് പോലെ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലാസ് ടീച്ചർ എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ വേണമെങ്കിൽ ഒരു പേര് കൊടുത്തു, സ്മിത ടീച്ചർ ടോൾഡ്. യെസ്, അപ്പൊ ഞാൻ വാചകം പറയുന്നു. സ്മിത ടീച്ചർ എഴുതിയോ, സ്മിത ടീച്ചർ ടോൾഡ് ദാറ്റ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ പൂരിപ്പിച്ചു. ഇഷ്ടമുള്ളവർക്ക് കൊല്ലത്തോരെ പറയാം. നിങ്ങൾ ക്ലാസ്സിൽ ചെന്ന് സ്മിത ടീച്ചറെ കണ്ട് സംസാരിച്ചിട്ട് സ്മിത ടീച്ചർ പറഞ്ഞ എന്തോ കാര്യം വീട്ടിൽ വന്നിട്ട് മക്കളോട് പറയുന്നു. യെസ്, സ്മിത ടീച്ചർ ടോൾഡ് ദാറ്റ്. അപ്പുറത്തൊരു പാസ്റ്റ് ടെൻസ് വരുന്ന ഒരു വാചകമായിട്ട് പറയണം. അത്രേ ഉള്ളൂ. സ്മിത ടീച്ചർ ടോൾഡ് ദാറ്റ്, ബാക്കി പറഞ്ഞു. അപ്പൊ ഇവിടെ നമുക്കിപ്പോ 15 പേരുണ്ട്. 15 പേർക്ക് 15 ടൈപ്പിൽ വേണമെങ്കിൽ പിരിപ്പിക്കാം.
He was your class teacher. She was your class teacher. Okay. Correct. Past is are present. And the past was well. Correct. You have. അവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ had കാരണം വെച്ചാൽ പാസ്റ്റിലേക്ക് വരുമ്പോൾ ഹാസ് ഹാവും പ്രസന്റ് ആണ്. നമ്മളിവിടെ പാസ്റ്റിലേക്ക് വരുന്നതുകൊണ്ട് ഹാഡ് എന്ന് പറയുമ്പോൾ മുമ്പ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഹാഡ്. My Smita teacher told me that I was her best student. ടോൾഡ് ദാറ്റ് എന്ന് ഒന്നുകൂടി പറഞ്ഞേ. My Smita teacher told me that I was her best student. ഓക്കെ. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സൗമ്യ ആ ക്ലാസ്സിൽ പഠിക്കുന്നത് പോലെയാണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ സൗമ്യ മക്കളോട് പറയുന്നതാണ്? സൗമ്യയാണ് ക്ലാസ്സിൽ പഠിക്കുന്നത്. സൗമ്യ വീട്ടിൽ പോയി വന്നിട്ട് ക്ലാസ്സിൽ പോയി വന്നിട്ട് അച്ഛനോട് അമ്മയോട് പറയുമ്പോൾ അത് കറക്റ്റാണ്. അതായത് സ്മിത ടീച്ചർ പറഞ്ഞു ഞാൻ നല്ല കുട്ടിയാണെന്ന്. അപ്പൊ സൗമ്യയുടെ വിദ്യാർത്ഥിയാണ്. നമ്മൾ പറഞ്ഞപ്പോൾ ആ ഐ വെച്ച സ്ഥലത്താണ് മിസ്റ്റേക്ക് പറ്റിയത്. അതൊന്ന് ആലോചിച്ച്. ഓക്കെ, സെന്റൻസ് കറക്റ്റ് ആണ്. തെറ്റൊന്നും നമ്മൾ സിമ്പിൾ പാസ്റ്റിലോട്ട് പറ്റില്ലെന്ന് മാത്രമേ. ഓക്കെ, നോ പ്രോബ്ലം. സൗമ്യ ആ ഐ വെച്ച സ്ഥലത്താണ് ചെറിയൊരു മിസ്റ്റേക്ക് വന്നത്. അവിടെ അത് മാറ്റിയിട്ട് വേറൊരു വാക്ക് വന്നാൽ അത് കറക്റ്റ് ആണ്. ആ സെന്റൻസ് പറയാം. സൗമ്യയുടെ മകനോ മകളോ പോയിട്ട് ക്ലാസ്സിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് സൗമ്യനോട് പറയുമ്പോൾ ഇത് കറക്റ്റാണ്. ക്ലാസ്സിൽ അവര് പോയി തിരിച്ചു വന്നിട്ട് അവര് പറയുന്നത് ഞാൻ നല്ല വിദ്യാർത്ഥിയാണെന്ന് പറഞ്ഞു. യെസ്. അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സൗമ്യയാണ് ക്ലാസ്സിൽ പോയി. നിങ്ങൾ ആ സിറ്റുവേഷൻ മനസ്സിലാക്കി. സൗമ്യ ക്ലാസ്സിൽ പോയി, അമ്മയാണ് സൗമ്യ. തിരിച്ചു വരുന്നു, മക്കളോട് പറയുമ്പോ എന്താ പറയാ, നീ നല്ല വിദ്യാർത്ഥിയായിരുന്നു എന്ന് പറഞ്ഞു. കേട്ടാ? അപ്പൊ ഐ എന്നുള്ളത് എന്താക്കണം? യു എന്നാക്കണം. യു കഴിയുമ്പോൾ വാസു വരില്ല, പകരം എന്ത് വരും? വേറെ വരുള്ളൂ. ഓക്കെ, അപ്പൊ യു വർ എ ഗുഡ് സ്റ്റുഡന്റ്. ഓക്കെ, പിടിയിട്ടില്ലേ? യെസ്. ഓക്കെ. സൗമ്യ പറഞ്ഞത് കറക്റ്റ് ആണ്. പക്ഷെ അത് റിപ്പോർട്ടർ സ്പീച്ചിലല്ല, ഡയറക്റ്റ് സ്പീച്ചിലാണ് കറക്റ്റ്. ഇവിടെ കോമഡ് അകത്തായിട്ട് എഴുതി കഴിഞ്ഞാൽ കറക്റ്റ് ആണ്. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അത് റിപ്പോർട്ടർ സ്പീച്ചായി, കേട്ട കാര്യം വന്ന് പറയുന്നത്. അപ്പൊ ഇൻഡയറക്റ്റ് ആയി. ഇൻഡയറക്റ്റ് ഞാൻ റിപ്പോർട്ട് ഞാൻ ഒന്നായിട്ട് സങ്കല്പിച്ചാൽ മതി. യെസ്. ഇതൊന്ന് നമ്മളത് മനസ്സിലാക്കിയാൽ മതി. മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് നന്നായിട്ട് പറഞ്ഞു കൊടുക്കും. ഇത് എന്താണ് കുട്ടികൾക്ക് ഇതൊക്കെ വിട്ട് കടന്നേ. അത് അവരത് പറഞ്ഞിട്ട് കാര്യമില്ല. അവരോട് പറയുമ്പോൾ എന്ത് പറയും? ഇവിടെ വരുമ്പോൾ മറ്റേ അങ്ങോട്ട് മാറ്റും. എന്തുകൊണ്ട് അത് മാറ്റണം? വൈ? ഇതാണ് നമ്മൾ പറയുന്നത്. എന്തുകൊണ്ട്? കാരണം അത് ടെൻസിൻ്റെതാണ്. ആ ടെൻസ് വരുമ്പോൾ അത് ഇന്ന ടെൻസിനോട് മാറ്റി എഴുതിയേ പറ്റും. അപ്പൊ അതിന്റെ റീസൺ അതാണ്. അവിടെ ഈസ് മാറ്റിയിട്ട് വാസ് വരാൻ കാരണം ഈസ് വരെ സ്ഥലത്തൊക്കെ വാസ് എഴുതാനല്ല, മറിച്ച് ഈസും വാമും മാറും പ്രസന്റ് ആണ്. അപ്പോൾ അത് പാസ്റ്റോട്ട് മാറ്റുമ്പോൾ ഒന്നില്ലെങ്കിൽ വാസ് അല്ലെങ്കിൽ വേറെ അവിടെ വരും. ഹാവ് ഹാസ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ആണ്. അതിന്റെ പാസ്റ്റ് എഴുതുമ്പോൾ ആഡും വരും. അതാണ് അതിന്റെ റീസൺ. പാസ്റ്റിലേക്കാണ് നമ്മൾ മാറ്റുന്നത്. യെസ്. ഇനി നമുക്ക് പാസ്റ്റിലേക്ക് മാറ്റാതെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് അതിന്റെ പുറകിൽ നമുക്ക് നോക്കാം. യെസ്. ഞാൻ അടുത്തൊരു വാചകം പറയണം. എനിക്ക് they said, ഒരാളെ ഒന്നും പോകുന്നത്. they said we use our laptops. നോക്കിയേ, they said, അവർ ഒന്നിപ്പോൾ ആൾക്കാർ അവരും പറയുന്നത്, നേരിട്ട് പറയുന്നത് വി യൂസ്, ഞങ്ങൾ ഉപയോഗിക്കുന്നത് അവർ ലാപ്ടോപ്പ്, ഞങ്ങളുടെ ലാപ്ടോപ്പാണ്. ഇത് നിങ്ങളോട് സെൽവിയോട് നേരിട്ട് പറഞ്ഞതാണ്.
സെൽവിധി എന്ന് ആരോട് പറയുന്നു? ലേഖയോട് പറയും. ലേഖയോട് പറയുമ്പോ എന്ത് പറയും? അവര് പറഞ്ഞു അവരുപയോഗിക്കുന്നത് അവരുടെ ലാപ്ടോപ്പാണ്. അല്ലാതെ അവര് പറഞ്ഞു ഞങ്ങളുടെ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ആൾ മാറി. അപ്പൊ അങ്ങനെ പറയണേ. അവര് പറഞ്ഞു അവരുപയോഗിക്കുന്നത് അവർ ലാപ്ടോപ്പാണ്. ഓക്കെ സരീന, കറക്റ്റ്. അത് ടോൾഡ് നാക്കിക്കോ. ഓക്കെ, ടോൾഡ് ദാറ്റ്. സൂര്യ, അപ്പൊ ടെൻസ് ഒന്ന് മാറിപ്പോയി. ആർ യൂസിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോ ഓക്കെ, പ്രസന്റ് കണ്ടിന്യൂസോട് പോയി. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ വേറെ ഒന്നും ചിന്തിക്കണ്ട. പാസ്റ്റ് പറയാം. സബ്ജക്ട് പ്ലസ് വെർബിലെ പാസ്റ്റൻസ്. യെസ്. ബാക്കി വ്യത്യാസങ്ങളൊക്കെ ഉള്ളതുണ്ട്. അതൊക്കെ നമുക്ക് പുറയിൽ നോക്കാം. ഇപ്പൊ കറക്റ്റ് സഫീറ, ഞാൻ കറക്റ്റ്. യെസ്. അപ്പൊ നമുക്ക് ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞത് ക്രോഡീകരിക്കും പറയുകയാണ്. രണ്ട് രീതിയിലുള്ള വെർബുണ്ട്. റിപ്പോർട്ടിംഗ് വെർബ്, ഇൻവെർട്ടഡ് കോമയുടെ പുറത്തുള്ളത്. ഇൻവെർട്ടഡ് കോമയുടെ പുറത്തുള്ളത് റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ, ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് വന്നിരിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റിയേക്കാം. ഇതാണ് എന്റെ തോന്നുന്നത്. വേറെ ഒന്നും ഓർത്തിരിക്കുന്നത്. യെസ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴേ എവിടെയെങ്കിലും കേട്ട കാര്യം പിള്ളേരോട് പറയുമ്പോൾ നിങ്ങൾ അത് ഇംഗ്ലീഷിൽ പറഞ്ഞോ. അപ്പൊ ഈ ടെൻസ് കറക്റ്റ് ആവണ്ടാന്ന് നോക്കുക. അപ്പൊ നിങ്ങൾ അയൽവക്കത്ത് താമസിക്കുന്ന ആളുടെ പേരാണ് സുമതി. അപ്പൊ സുമതി ടോൾഡ് മീ ദാറ്റ്, അല്ല കറക്റ്റ് പറയുക, സുമതി ടോൾഡ് മീ ദാറ്റ് എന്ന് പറഞ്ഞു. അവൾ എന്നെ കണ്ടുവന്ന്, ഷീ സോ മീ അറ്റ് ദ തിയേറ്റർ, തിയേറ്ററിൽ വെച്ച് എന്നെ കണ്ടു എന്ന് പറഞ്ഞു. ഇതാണ് കറക്റ്റ്. സി കാണുകയുടെ പാസേഴ്സാണ്. ഷീ സോ മീ അറ്റ് ദ തിയേറ്റർ. യെസ്. അങ്ങനെ നിങ്ങൾ സ്വയം ഒന്ന് പറഞ്ഞു നോക്കും. വേറെ സ്ഥലത്ത് നിന്ന് കേട്ട കാര്യം നമ്മൾ വേറെ ആളോട് പറയുമ്പോൾ എങ്ങനെ പറയും എന്നുള്ളത്. യെസ്. നിങ്ങൾ കേട്ട കാര്യം പരദൂഷണമാണ്. ഒരു സ്ഥലത്ത് നിന്ന് കേട്ടത് വേറെ സ്ഥലത്ത് പറയാൻ പാടില്ല. എന്നിരുന്നാലും നമ്മളത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് പറയുക എന്നുള്ളതാണ് നമുക്ക് നോക്കുന്നത്. ഓക്കെ. യെസ്. ഇത്രയും നമുക്ക് നിർത്താം. അപ്പൊ നമുക്ക് വീണ്ടും നിങ്ങളുടെ വൊക്കാബുലറിയിലേക്ക് നമുക്കൊന്ന് വരാം. യെസ്. ഓക്കെ. അപ്പോ വളരെ സിമ്പിൾ ആയ ചോദ്യമാണ്. ഈ ചോദ്യങ്ങളെല്ലാം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അകത്ത് എയിൽ തുടങ്ങുന്നു, ബിയിൽ തുടങ്ങുന്നു എന്നുള്ള ഉത്തരങ്ങളില്ല. ഇതെല്ലാം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ലോകപരിചയം വെച്ച് നിങ്ങളാണ് ഉത്തരം പറഞ്ഞാൽ മതി. സിമ്പിൾ ആണ്. ചോദ്യം ഇതാണ്. ഫസ്റ്റ് ചോദ്യം, ദി ഡാഷ് ടവർ ഓഫ് TOWER, ദി ഡാഷ് ടവർ ഓഫ് പീസ, PISA. ആ ഡാഷ് ഇട്ട സ്ഥലത്ത് ഒരു ഇംഗ്ലീഷ് വേർഡ് വരും. അതാണ് പൂരിപ്പിക്കേണ്ടത്. ദ ഡാഷ് ടവർ ഓഫ് പീസ.
Sanila is the correct answer. Sanila, Safira, Janila. ഇത് ചോദിച്ചിട്ടുണ്ടോ? സനില, സഫീറ. കേട്ടോ, അതായത് മുഴുവൻ ചോദിച്ചു കാണാൻ വഴിയില്ല. അടുത്ത കൂടെയൊക്കെ വന്നു കഴിയുമ്പോ റിപ്പീറ്റ് ചെയ്തിട്ട് അത് തന്നെ വരികയാണെങ്കിൽ നമുക്ക് അന്നേരം മാറ്റണ്ട. നോക്കിയേ, ഹാരി പോട്ടർ ആൻഡ് ദ ഓർഡർ ഓഫ് ദി ഡാഷ്. ഹാരി പോട്ടർ ആൻഡ് ദ ഓർഡർ ഓഫ് ദി ഡാഷ്. ഒരെണ്ണം ചിലപ്പോൾ ചോദിച്ചു കാണും. അത് നമുക്ക് സമയമില്ലാണ്ടത് സമയത്ത് നിങ്ങൾ പെട്ടെന്ന് ഇത് ചോദിച്ചിട്ടില്ല. അല്ല, ഹാരി പോട്ടർ ആൻഡ് ദ ഓർഡർ ഓഫ് ദി ഡാഷ്. ഒരു പക്ഷിയുടെ പേരാണ്. ഓക്കെ, സഫീറ, സഫീറ, സൂര്യ, സഫീറ, സൂര്യ. ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു സനീല. അതെ, ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെ, യെസ്. ഞാനിത് ലാസ്റ്റ് ഒന്നോട് ചോദിച്ചിട്ട് ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കട്ടെ. If at first you don't succeed, if at first you don't succeed, dash. If at first you don't succeed, okay, Surya. Yes, correct. ഇനി പറയൂ, ഇത് ചോദിച്ചിട്ടുള്ളത് ഏതാ? സഫീറ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ചിലപ്പോൾ നമ്മൾ അതിനകത്ത് ഒന്ന് രണ്ടെണ്ണം വെറുതെ ചോദിച്ചു പോയതായിരിക്കും. ഓക്കെ 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 യെസ്. അപ്പൊ ട്രൈ 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 അഗെയിൻ ആണ് കേട്ടോ. അതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. ട്രൈ 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 അഗെയിൻ. വീണ്ടും 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 ശ്രമിക്കുക. യെസ്. അടുത്തത് വെരി സിമ്പിൾ. മൗണ്ട് ഡാഷ് situated in Nepal. Mount dash situated in Nepal. Mount dash is situated in Nepal. Okay. Sanila, Aditya, Safira. Sanila, Aditya, and Safira. It's the correct answer. Okay, Surya, it's the correct answer. Everest. அடுத்தது. Dash is the process. Dash is the process by which plants make their food. Dash is the process by which Sanila, correct answer, Surya and Safira. Surya and Safira. Okay, the answer is photosynthesis. Okay, 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 okay. அடுத்தது. All that glitters is not dash. All that glitters is not dash. All that glitters is not a dash. Simple. Soumya, Soumya, Tasneem, Safira. Soumya, Tasneem, and Safira.
all that glitters is not gold. Okay, Surya, മിന്നുന്നതൊന്നും പൊന്നല്ല. ഒരു പഴഞ്ചൊല്ലല്ലേ? Yes. അടുത്ത ജനറൽ നോളജിൽ വരുന്നതാണ്. Dash is the largest continent in the world. Dash is the largest continent in the world. Yes, Soumya, Aditya, Safira. Soumya, Aditya, and Safira. Is the correct answer. Asia. Very good, very good. அடுத்தது. Dash is the largest planet in the solar system. Dash is the largest planet in the solar system. Aditya അതല്ലോ. സൂര്യ, സഫീറ, ഞാനില്ല അല്ലേ? യെസ്. അപ്പൊ രണ്ടുപേർ കിട്ടുന്നുണ്ട്. ഒരാൾ കൂടി എഴുതിയെങ്കിൽ ഒരാൾക്ക് തരാമായിരുന്നു. യെസ്, അത് ജൂപ്പിറ്റർ ആണ്. അടുത്തത് ഒരു പഴഞ്ചൊല്ല് അല്ലെങ്കിൽ ഒരു സാധാരണ പറയുന്ന ഒരു സെയിംസ് ആണ്. അത് ഫിൽ ചെയ്താൽ മതി. A journey, J-U-R-N-E-Y. A journey of 1,000 miles, M-I-L-E-S, miles, begin with a dash. A journey of 1,000 miles, begin with a off. Okay, Safira. സഫീറ മാത്രമാണ്. സഫീറ, സൂര്യ. യെസ്. അപ്പൊ രണ്ടുപേരാണ് കറക്റ്റ് ഉത്തരം പറഞ്ഞേക്കുന്നത്. അതൊരു പ്രത്യേകതയുള്ള സംഭവമാണ്. നമുക്കൊരു വളരെ ദൂരമാണ് നമ്മൾ നടക്കേണ്ടത്, 1000 miles ആണ് എങ്കിലും അത് ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഒരു സിംഗിൾ സ്റ്റെപ്പിൽ നിന്ന് ആരംഭിക്കുന്നത്. ജീവിതത്തിന് ഒരുപക്ഷെ നിങ്ങൾ ഇനിയുള്ള വലിയ വിജയങ്ങൾ കണ്ടെത്താൻ പോകുമ്പോൾ അത് ആരംഭിക്കുന്നത് എവിടെ നിന്നായിരിക്കാം? ഒരുപക്ഷെ ഒരു സിംഗിൾ സ്റ്റെപ്പിൽ നിന്നായിരിക്കും. അതായത് ഒരാള് ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിൽ ഒരു സാധാരണ ഒരു കെമിസ്റ്റ് ആയിരുന്ന ഒരാള്, അയാള് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗവൺമെന്റ് ജീവനക്കാരനാണ്. അപ്പൊ അദ്ദേഹത്തിനൊരു താല്പര്യം സോപ്പ് അതൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ പുള്ളിയുടെ വീട്ടില് സോപ്പൊക്കെ ഉണ്ടാക്കി വീട്ടിലൊക്കെ ഉപയോഗിച്ചു. അപ്പൊ നോക്കിക്കഴിഞ്ഞപ്പോ കുറച്ചൊക്കെ അയൽവക്കക്കാർക്കൊക്കെ കൊടുത്തു. അവരൊക്കെ അത് ഉപയോഗിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു കൊള്ളാം, നല്ല സോപ്പൊടിയാണ് എന്ന് പറഞ്ഞു. പിന്നെ പുള്ളി എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു പഴയ ലാമ്പി സ്കൂട്ടർ ഉണ്ട്. ആ സ്കൂട്ടറില് കുറെ സോപ്പ് പൊടിയൊക്കെ വെച്ച് കിട്ടിയിട്ട് ആ ഗ്രാമത്തിനോട് ചേർന്നിട്ടുള്ള ആ പഞ്ചായത്തിന്റെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി പുള്ളിയെ കൊടുത്തു. പഞ്ചായത്തുകാർക്കൊക്കെ കുറേശ്ശെ കൊടുത്തു. അപ്പോ ആളുകൾ പറഞ്ഞു ഇങ്ങനെ സോപ്പ് പൊടി നിങ്ങൾക്ക് പേരൊക്കെ ഇട് എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ മകളുടെ ഒരു പേരൊക്കെ ഇട്ട് ഒരു പാക്കറ്റിലാക്കി ലാമ്പി സ്കൂട്ടറിനെ കൊണ്ടുപോയി കൊടുത്തു. യെസ്. പിന്നീട് അദ്ദേഹം ജോലി രാജിവെച്ചു. അത് വലിയ ഒരു പ്രസ്ഥാനമായിട്ട് മാറി. അതാണ് പിന്നീട് നമ്മൾ കണ്ട നിർമ്മ. യെസ്. കോടികളാണ് അദ്ദേഹത്തിന്റെ കമ്പനിയുടെ ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യെസ്. യെസ്. ഓക്കെ സഫീറ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അന്ന് ഒരുപക്ഷെ അദ്ദേഹം ആ ചെറിയ രീതിയിൽ അത് തുടങ്ങിയില്ലായിരുന്നുവെങ്കിൽ ഇത്രയും വലിയ ഒരു കമ്പനിയുടെ ഉടമസ്ഥനായിട്ട് മാറുമായിരുന്നില്ല. അപ്പൊ നിങ്ങളുടെ കുഞ്ഞിലൂടെയും പല അവസരങ്ങളും അങ്ങനെ കടന്നു പോകും. അങ്ങനെ കടന്നു പോകുമ്പോ കണ്ണടച്ചിരിക്കരുത്. ചിലപ്പോൾ നമ്മുടെ തുടക്കം അവിടെ നിന്നായിരിക്കും. ഏത് വിജയിച്ച ആളുകൾ വേണമെങ്കിൽ നോക്കിക്കേ, അതായത് അവരൊക്കെ പറയാറില്ലേ തുടക്കം. NG ശ്രീകുമാർ പറഞ്ഞു എനിക്ക് ആദ്യമായിട്ട് പ്രതിഫലം കിട്ടിയത് 5 രൂപയാണ് പറഞ്ഞു. 5 രൂപ. യെസ്. KS ചിത്ര പറഞ്ഞു ആദ്യമായിട്ട് എനിക്ക് പ്രതിഫലം കിട്ടിയത് 100 രൂപയാണെന്ന് പറഞ്ഞു. യെസ്. 100 രൂപയാണ് എനിക്കൊരു ദക്ഷിണയായിട്ട് എനിക്ക് തന്നത് എന്ന് പറഞ്ഞു. യെസ്. ഇന്ന് ഒരു പാട്ടിന് അവർ വാങ്ങുന്നത് എത്രയായിരിക്കും? ലക്ഷങ്ങളായിരിക്കും. യെസ്. അപ്പോ എല്ലാവർക്കും ഒരു തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ സിംഗിൾ സ്റ്റെപ്പ്. ഓക്കെ. അടുത്തത് ഇംഗ്ലീഷ് വേർഡ് കണ്ടുപിടിക്കാനാണ്. പ്ലാനറ്റ്സ് ഡാഷ് അറൗണ്ട് ദി
sun, 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 കേട്ടോ. Planets dash around the sun. ഓക്കെ, സൂര്യ വേർഡ് അറിയാൻ പറ്റുമോ അറിയാൻ വേണ്ടിയാണ്. സൂര്യ സനില സഫീറ, സൂര്യ സനില ആൻഡ് സഫീറ. ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. ഓക്കെ, റിവോൾവ് എന്നാണ് വാക്ക്, ചുറ്റിത്തിരിയുക എന്നുള്ളത്. അടുത്തതും ഒരു പഴഞ്ചൊല്ലിന്റെ ബാക്കി നിങ്ങൾ പറയേണ്ടതാണ്. Where there is a will, there is a dash. Where there is a will, there is a dash. Oh, Safira, you are right. Safira, Aditya, Tasni. Safira, Aditya, Tasni. Okay. Where there is a will, there is a way. എവിടെ മനസ്സുണ്ടോ അവിടെ വഴിയുണ്ട്, മനസ്സിലെ വഴിയില്ല. ഇതൊന്നും മലയാളത്തിലൂടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് വേണമെങ്കിൽ ചക്ക വേരിലും കഴിക്കും, വേണ്ടെങ്കിലോ കൊമ്പത്ത് പോലും ഉണ്ടാവില്ല. യെസ്. അടുത്തത് ചിന്തിച്ച് പറഞ്ഞാൽ മതി. യു ഡ്രിങ്ക് ഫ്ലൂയിഡ്സ്, FLUIDS, അല്ലെങ്കിൽ വാട്ടർ എന്ന് വിചാരിച്ചു. യു ഡ്രിങ്ക് ഫ്ലൂയിഡ്സ് to stay dash. You drink fluids, FLUIDS. Fluid എന്ന് പറയാറില്ല, ദ്രാവകം പോലെ ഇരിക്കുന്നു. ഓക്കെ, സനില, you are right. സനില, സൂര്യ, സഫീറ. It's a correct answer. Hydrated. നിർജ്ജലീകരണം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കാണിക്കുന്നത്. യെസ്. അടുത്തതും ഒരു പഴഞ്ചൊല്ല് പോലെയുള്ള വാക്കാണ്. വിത്ത് ഗ്രേറ്റ് പവർ, POWER, വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് ഡാഷ്. വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് ഡാഷ്. വെരി ഗുഡ് സഫീറ. യെസ്, അപ്പോൾ സഫീറയാണ് പറഞ്ഞത്. ഭാവിയിൽ ഒരുപാട് ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ആളാണ്. നമുക്ക് അധികാരം കൂടുന്തോറും ഉത്തരവാദിത്വം കൂടും. ഒരു പിയൂണിന് അധികാരം കുറവാണ്, അപ്പൊ ഉത്തരവാദിത്വം കുറവാണ്. ഇതിനെപ്പറ്റി ക്ലർക്ക് ആകുമ്പോൾ അധികാരം കുറച്ചുകൂടി കൂടി, അപ്പൊ കുറച്ചുകൂടി ഉത്തരവാദിത്വം കൂടി. അദ്ദേഹം ഒരു ഹെഡ് ഓഫ് അക്കൗണ്ടന്റ് ആകുമ്പോൾ കുറേ കൂടുതൽ അധികാരമായി. അദ്ദേഹം ഒരു ജൂനിയർ സൂപ്രണ്ട്, സീനിയർ സൂപ്രണ്ട് ആകുമ്പോഴോ ഒരുപാട് അധികാരമായി, അപ്പൊ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ കൂടി. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ പോയിന്റുകളൊക്കെ ഒന്ന് പറയാം. സൗമ്യ 2 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, തസ്നിക്കും 2 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, ആദിത്യ 3 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, സനില 6 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, സൂര്യ 7 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 7 പോയിന്റ്. യെസ്, സഫീറ ടോപ്പ് സ്കോറർ 13 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ റിപ്പോർട്ട് സ്പീച്ചുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അടുത്ത കുറച്ച് കാര്യങ്ങൾ കൂടിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. We will meet in the next class. Okay, bye.